നമസ്കാരം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാൽ കൊട്ടാരക്കര ടിന്റുമോൻ പാസ്റ്ററുടെ കഴിവുകളും പ്രവർത്തനങ്ങളും മാത്രമേ കാണാറുള്ളൂ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ടിന്റുമോൻ ഒരു ചെറിയ മീനല്ല എന്നാണ്. വമ്പൻ സ്രാവാണ്. ഇയാളെ വേണമെങ്കിൽ തട്ടിപ്പ് പാസ്റ്റർമാരുടെ അഖില ലോക പ്രസിഡന്റാക്കാം. കാരണം ഒരു തട്ടിപ്പ് പാസ്റ്റർമാരും കാണിക്കാത്തതും പറയാത്തതുമായ അത്ഭുതങ്ങളാണ് ഇയാൾ കാണിക്കുന്നതും പറയുന്നതും. ലോകത്ത് ഒരു പാസ്റ്ററും ദൈവം സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ടില്ല. ലോകത്ത് ഒരു പാസ്റ്ററും വിശ്വാസികളുടെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയുവാനും പ്രവർത്തിക്കുവാനും ടിന്റുമോനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ടിന്റുമോൻ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കത്തില്ല. അഥവാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ സഭയിൽ വരാൻ പറയും. ഈ ടിന്റുമോൻ പണ്ട് ബൈക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ AC കാറുകളിലേ യാത്ര ചെയ്യൂ. ബസ്സിലോ ട്രെയിനിലോ ഒന്നും പോകാറില്ല. കാറുകളിൽ തന്നെ ബെൻസ്, ഓഡി, BMW, ടൊയോട്ട, വോക്സ്വാഗൻ കാറുകളിൽ മാത്രം. ഹോട്ടൽ ഭക്ഷണം വലിയ ഇഷ്ടമാണ്. പക്ഷെ ചെറിയ ഹോട്ടലിലെ ഒരു ചായ പോലും കുടിക്കില്ല. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മാത്രമേ കഴിക്കൂ. ഒരു മുക്കിൽ പനി വന്നാൽ പോലും ചെറിയ ആശുപത്രിയിലൊന്നും പോയി ചികിത്സിക്കില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മാത്രമേ ചികിത്സിക്കുള്ളൂ. ഇതെല്ലാം പാവം വിശ്വാസികളുടെ ചില്ലിക്കാശിലാണെന്ന് ഓർക്കണം. കാരണം വേറെ പണിയോ വരുമാനമോ ഒന്നുമില്ല. സുവിശേഷ കച്ചവടം മാത്രം. അത് മാത്രം മതി. കോടികളാണ് നടവരവ്. 6 or 7 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും കച്ചവടം പുഷ്പിച്ചത്. ഇതിനിടയിൽ ആഫ്രിക്കയിൽ പോയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് അപ്പോസ്തോലനായി സ്വയം പ്രഖ്യാപിച്ചത്. അതുവരെ പാസ്റ്ററായിരുന്നു. അപ്പോസ്തോലനായത് കൊണ്ടായിരിക്കണം ദൈവം നേരിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. ഈ കോലാഹലങ്ങൾക്കിടയിൽ ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ ഞായറാഴ്ചയും ടിന്റുമോൻ സ്വന്തം സഭയിൽ വന്ന് ആരാധന നടത്തി. അവിടെ കേൾക്കാൻ ആളുകൾ കുറവായിരുന്നു. അതൊരു മാധ്യമം ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്വന്തം ന്യായീകരണ തൊഴിലാളികൾ കമന്റ് ഇട്ടത് 5000-ലധികം വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇയാൾ ആരാധന നടത്തുന്ന ഇയാളുടെ അച്ചി വീട്ടിലെ അമ്മായിയപ്പന്റെ സ്ഥലത്ത് 5000 പോയിട്ട് 500 പേര് പോലും ഇരിക്കാൻ ഇടമില്ല. പുലമൺ തോട് പുറമ്പോക്ക് വരെ വളഞ്ഞു കെട്ടിയ സ്ഥലത്താണ് ഹോൾ പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നാലെ പറയാം. ന്യായീകരണ തൊഴിലാളികൾ കിട്ടുന്ന കൂലിക്ക് പണിയെടുക്കുക, അതും പാവം അത്താഴപ്പട്ടിക്കാരായ വിശ്വാസികളുടെ ചില്ലിക്കാശാണെന്ന് ഓർമ്മ കൂടി വേണം.